Hello, this is Robin and you're watching Learn English with Robin. ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ 26-ാം ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ഈസി ആയിട്ട് പഠിച്ച് ഉപയോഗിച്ച് തുടങ്ങാനുള്ള ഇംഗ്ലീഷാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മളിന്ന് പഠിക്കുന്നത് വേർഡ്സ് ആൻഡ് സെൻറ്റൻസ് യൂസേജസ് ആണ്. ഫസ്റ്റ് വൺ, വേക്കപ്പ്. വേക്കപ്പ് എന്താ അർത്ഥം? ഉണരുക, ഉറക്കം ഉണരുക എന്നൊക്കെ പറയാറില്ലേ? നമുക്ക് വേക്കപ്പ് എന്ന വാക്ക് വെച്ച് മൾട്ടിപ്പിൾ സെൻറ്റൻസസ് പഠിക്കാം. വേക്കപ്പിൻ്റെ അർത്ഥം മാത്രം പഠിച്ചാൽ പോരെ, സെൻറ്റൻസ് അല്ലെ ക്വസ്റ്റ്യൻ യൂസേജസ് പഠിക്കണം. ഫസ്റ്റ് വൺ, വെൻ ഡു യു വേക്കപ്പ് ഇൻ ദ മോർണിംഗ്? നീ രാവിലെ എപ്പോഴാണ് ഉണരാറുള്ളത്? നീ രാവിലെ എപ്പോഴാണ് ഉണരാറുള്ളത് എന്ന് ചോദിക്കാം. വെൻ ഡു യു വേക്കപ്പ്. ഇവിടെ ടെൻസ് ഞാൻ പറയുന്നുണ്ട്. വെൻ ഡു യു വേക്കപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ എപ്പോഴാണ് ഉണരാറുള്ളത്. നീ സാധാരണ എപ്പോഴാണ് ഒരു കാര്യം, പതിവായിട്ട് എപ്പോഴുള്ള കാര്യം ചെയ്യാറുള്ളത്, റെഗുലറായിട്ട്. അതാണ് വെൻ ഡു യു പറയുന്നത്. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ആപ്ലിക്കേഷനാണ്. ഉണരാറുണ്ടോ? ഡു യു വേക്കപ്പ്. വെൻ ഡു യു വേക്കപ്പ് എവറി ഡേ. വെൻ ഡു യു വേക്കപ്പ് ഇൻ ദ മോർണിംഗ്. നീ രാവിലെ എപ്പോഴാണ് ഉണരാറുള്ളത്? ഇതേ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ പാസ്റ്റായിട്ട് ചോദിക്കാം. അതായത് നീ ഇന്ന് എപ്പോഴാണ് ഉണർന്നത്? വെൻ ഡിഡ് യു വേക്കപ്പ് ടുഡേ. വെൻ ഡിഡ് യു വേക്കപ്പ് ടുഡേ. അപ്പോൾ ഡിഡ് യു വേക്കപ്പ്, ഉണർന്നോ, നിങ്ങളൊരു കാര്യം ചെയ്തോ, എപ്പോഴാണ് ആ കാര്യം ചെയ്തതെന്ന് ചോദിക്കാനാണ് വെൻ ഡിഡ് യു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കുക. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ ഡിഡ് യു വേക്കപ്പ് ടുഡേ. നീ എപ്പോഴാണ് ഇന്ന് ഉണർന്നത്? വെൻ ഡിഡ് യു വേക്കപ്പ് ടുഡേ. നീ എപ്പോഴാണ് ഇന്ന് ഉണർന്നത്? വെൻ വിൽ യു വേക്കപ്പ് ടുമോറോ. നീ നാളെ എപ്പോഴാണ് ഉണരുക? ഇപ്പോൾ രാവിലെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്, ഞാൻ ചോദിക്കുകയാണ് നീ നാളെ എപ്പോഴാണ് ഉണരുക? വെൻ വിൽ യു വേക്കപ്പ് ടുമോറോ. സോ വെൻ ഡു യു വേക്കപ്പ് എവറി ഡേ. എന്നും എപ്പോഴാണ് ഉണരാറുള്ളത്? വെൻ ഡിഡ് യു വേക്കപ്പ് ടുഡേ. നീ ഇന്ന് എപ്പോഴാണ് ഉണർന്നത്? വെൻ വിൽ യു വേക്കപ്പ് ടുമോറോ. നീ നാളെ എപ്പോഴാണ് ഉണരുക? ഐ വേക്കപ്പ് അറ്റ് 6 AM എവറി ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഐ വേക്കപ്പ് അറ്റ് 6 AM. ഞാൻ എന്നും രാവിലെ 6 മണിക്ക് ഉണരാറുണ്ട്. ഐ വോക്കപ്പ് അറ്റ് 6 AM ടുഡേ. വോക്കപ്പ്, ഉണർന്നു. WOKE, വോക്കപ്പ്. വേക്കപ്പിൻ്റെ പാസ്റ്റ് ഫോമാണ് വോക്കപ്പ്. വേക്കപ്പ് ഉണരുക, വോക്കപ്പ് ഉണർന്നു. ഐ വോക്കപ്പ് അറ്റ് 6 AM ടുഡേ. ഞാൻ ഇന്ന് 6 മണിക്ക് ഉണർന്നു. ഐ വിൽ വേക്കപ്പ് അറ്റ് 6 AM ടുമോറോ. ഐ വിൽ വേക്കപ്പ് അറ്റ് 6 AM ടുമോറോ. ഞാൻ നാളെ 6 മണിക്ക് ഉണരും. ഇതൊക്കെ ടെൻസസ് ആണ്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത വാക്കാണ് എഴുന്നേൽക്കുക എന്ന വാക്കെന്താ? ഗെറ്റപ്പ്. എഴുന്നേൽക്കുക, ഗെറ്റപ്പ്. ഞാൻ എഴുന്നേറ്റു. ഐ ഗോട്ടപ്പ്. ഗെറ്റപ്പ്, എഴുന്നേൽക്കുക. ഗോട്ടപ്പ്, എഴുന്നേറ്റു. ഗെറ്റപ്പ് ഫ്രം ദർ. ആ കസേര, ഒരു കസേര ഇരിക്കുകയാണ്. ഗെറ്റപ്പ് ഫ്രം ദർ എന്ന് പറഞ്ഞാൽ എന്താ? ആ കസേര ഇരിക്കുന്ന ആളോട് പറയുന്നത് നീ അവിടുന്ന് എഴുന്നേക്ക്. ഗെറ്റപ്പ് ഫ്രം ദർ. നീ അവിടുന്ന് എഴുന്നേൽക്കൂ. ഐ ഗോട്ടപ്പ് ഫ്രം മൈ സീറ്റ് ടു വിഷ് മൈ ടീച്ചർ. ശ്രദ്ധിക്കാം. ഐ ഗോട്ടപ്പ് ഫ്രം മൈ സീറ്റ് ടു വിഷ് മൈ ടീച്ചർ. ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്തിനാണ്? എൻ്റെ ടീച്ചറെ വിഷ് ചെയ്യാൻ വേണ്ടി. അടുത്ത വാക്കാണ് പല്ല് തേക്കുക എന്നുള്ള വാക്ക്. എന്താ? വളരെ സിമ്പിളാണ്. ബ്രഷ്. പല്ല് തേച്ചു, ബ്രഷ്ഡ്. ഒരയ്ക്കുക എന്ന അർത്ഥം കൂടെ വരുന്നുണ്ട്, ബ്രഷ്. അപ്പോൾ നമ്മൾ 3 വാക്ക് പഠിച്ചു. ഇതിൽ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ മറ്റുള്ളവരെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ വിൽ ബി ബാക്ക് വിത്ത് ദ നെക്സ്റ്റ് ട്രെയിനിങ് സെഷൻ സൂൺ. ബൈ.